കലിപ്പന്റെ വായാടി. രചന രശ്മി കാർത്തിക. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്നെയോ? എന്നെ പറ്റി എന്താ ആലോചിക്കണേ? കണ്ണുകൾ വിടർത്തി അവൾ ചോദിച്ചു. നിന്നോട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയപ്പോഴേ എൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഇനി പോകെ എന്താവുന്ന ആലോചിച്ചാ? അവൾ ഒളി കണ്ടിട്ട് നോക്കി അവൻ പറഞ്ഞു. നീ പോടെ കൊരങ്ങ. ഡേ പെണ്ണേ, നിനക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടോ. സോറി ആദ്യേട്ടാ, ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. ഒത്തിരി വേദനിച്ചൂല്ലേ? ഒന്ന് പോടി, ഞാൻ നിന്നെ ചൂടാക്കാൻ വെറുതെ പറഞ്ഞ. നിന്റെ കുറുമ്പും കുസൃതികൾ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചേ ഇന്നത്തെ പോലെ കുറുമ്പൊന്നും കാണിക്കില്ല കേട്ടോ. നമ്മുടെ അക്ഷിമോൾക്ക് പോലും നിന്റെ അത്രയും കുറുമ്പില്ല. ഞാൻ ഇനി കുറുമ്പൊന്നും കാണിക്കില്ല, നല്ല കുട്ടിയായിട്ട് ഇരുന്നോളാം എന്നൊന്നും ഞാൻ പറയില്ല. ഇന്നത്തെ പോലെ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം, അത്രേ പറയാൻ പറ്റൂ. കാന്താരി. ഒരു ചിരിയോടാൻ പറഞ്ഞു. ആദ്യേട്ടാ. അതില്ലേ? അതേ. കൊഞ്ചാതെ പറയടി കോപ്പേ, എന്നെ ഇവിടെ കിടത്തുവോ? അവനെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെപ്പോൾ അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവനും ചിരിച്ചു. ആ ചിരി കണ്ടപാടെ ഒരു ഉത്തരത്തിനും കാത്തു നിൽക്കാതെ അവൾ എൻ്റെ നെഞ്ചിൽ കയറി കിടന്നു. ആദ്യമൊന്ന് പകച്ചെങ്കിലും അവൻ അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. ചേർത്ത് പിടിക്കാതിരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. കൂട്ടായതിൽ പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞാൽ അവളുടെ കയ്യും കാലം അവൻ്റെ ദേഹത്താ. ഇതിപ്പോൾ എക്സ്ട്രാ ഒരു തലയും കൂടിയല്ലേ ഉള്ളൂ. കൃതി, ഇതിപ്പോ വേലി കിടന്ന പാമ്പിനെ എടുത്ത്. ബാക്കി പറയുന്നതിന് മുന്നേ അവൾ അവൻ്റെ നെഞ്ചിലിടിച്ചു. ഇടിച്ചു കലക്കല പെണ്ണെ. അവൾ അവൻ്റെ നെഞ്ചിൽ ഒഴിഞ്ഞ് ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ ഹൃദയതാളം കേട്ട് മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ പെണ്ണെ നീ. അതിന് മാത്രം എന്ത് മായാചാരമാണ് നീ കാണിച്ചത്. നിന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കും തോറും നിന്റെ നിഷ്കളങ്കമായ പ്രണയിച്ചൂഴിൽ ഞാൻ അകപ്പെട്ടു പോകുന്നു. ഒരേ സമയം അവളെ ചേർത്ത് നിർത്താനും അകറ്റി നിർത്താനും പറയുന്ന ഉഴയുന്ന മനസ്സുമായിട്ട് അവൻ കിടന്നു. ഓരോന്നും ആലോചിച്ച് പതിയെ അവൻ ഉറക്കത്തിലേക്ക് വീണു. അവൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് കൃതി ചെയ്തു കൊടുത്തു. വലതു കൈക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് എല്ലാത്തിനും ഒരാളുടെ സഹായം അവനും ആവശ്യമായിരുന്നു. ആ സമയമെല്ലാം അവന് നിരീക്ഷിക്കായിരുന്നു അവളെ. ഒരു പ്രതീക്ഷയുമില്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ, ഇന്നും ഒരു ജീവിതത്തിനായി കാത്തിരിക്കുന്നവൾ. എന്നിട്ടും ഒരു പരിഭവമോ പരാതിയോ ഇല്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും സ്ത്രീകളും. സർവം സഹയായ സീതാദേവിയെ പോലെ അല്ലെങ്കിലും ഒരു പരിധിവരെ എല്ലാം സഹിക്കുന്നുണ്ട് ഇന്നത്തെ സ്ത്രീകളും. അവൻ്റെ ചിന്തകളെ ഭേദിച്ചുകൊണ്ടാണ് അവളുടെ ചോദ്യം വന്നത്. എന്താ ഇങ്ങനെ നോക്കണേ? ഞാൻ നിന്റെ സൗന്ദര്യം ആസ്വദിച്ചാടി. രാവിലെ തന്നെ കളിയാക്കി ഇറങ്ങിയതാണോ? കളിയോടെ നിന്ന് അവൻ്റെ മുഖം പെട്ടെന്ന് മാറി. നിന്റെ ലൈഫ് ഇങ്ങനെ ആക്കിയതിൽ നിനക്ക് എന്നോടൊരു ദേഷ്യം തോന്നുന്നില്ലേ? ദേഷ്യം ഉണ്ടായിരുന്നു ആദ്യേട്ടാ, നിങ്ങൾ അറിയുന്നവരെ. ഇപ്പോഴും മുഴുവനായിട്ട് അറിഞ്ഞെന്ന് പറയില്ല, എന്നാലും കുറച്ചൊക്കെ അറിയാം. എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനാണ്. എന്നെ അപമാനിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്. അതെല്ലാം കൂടി ചേർത്ത് ഇപ്പോൾ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ശ്രമിക്കുന്നില്ലേ? അത് മാത്രം പോരെ. അവരെന്തോ പറയാൻ തുടങ്ങിയതും അവൾ തടഞ്ഞു. ഒരു ഫ്രണ്ട് എന്നതിനപ്പുറം എന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ലെന്നാണ് പറയാൻ പോകുന്നതെങ്കിൽ വേണ്ട. എനിക്കിപ്പോൾ ആ മനസ്സ് കുറച്ചെങ്കിലും വായിക്കാം. ഞാനൊരു പരിധിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ ഒന്നും പറയാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് മറുപടി പറയാൻ ആദ്യക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടെൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചെന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല. എന്നാലും ഒന്ന് പറയട്ടെ, അത് മനസ്സിൽ നിന്ന് കളയാതെ ആദ്യമായിട്ട് എന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല. തുറന്നു പറഞ്ഞ് ആ ഭാരം ഒന്ന് ഇറക്കി വെച്ചൂടെ? ഇപ്പം തന്നെ വേണമെന്നല്ല, അതിന് മനസ്സ് പൂർണ്ണമായി തയ്യാറായി കഴിയുമ്പോൾ മാത്രം. എല്ലാം കേൾക്കാൻ നല്ലൊരു കേൾവിക്കാരിയായി ഞാനുണ്ടാവും. അത്രയും പറഞ്ഞ് അവൾ റൂമിന് വെളിയിലിറങ്ങി. ആദ്യമില്ലാത്തതിനാൽ കൃതി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന വരുന്നത് തനിയാണ്. ഡ്രൈവിങ്ങിനിടെ ഒരു കാറ് തന്നെ ഫോളോ ചെയ്തു വരുന്ന പോലെ തോന്നിയവൾക്ക് പിന്നെയും അതിനെ തുടർന്നപ്പോൾ അവളുടെ തോന്നൽ ശരിയാണെന്ന് ഉറപ്പിച്ചു. ഉള്ളിൽ ചെറുതായിട്ട് ഭയം ഉടലെടുത്ത് തുടങ്ങിയിരുന്നവൾക്ക് അത് ഡ്രൈവിങ്ങിലും പ്രതിഫലിച്ചു. ഇടയിൽ അവളുടെ ശ്രദ്ധ ഒന്ന് പാളിയപ്പോൾ സൈഡിലൂടെ വന്ന മറ്റൊരു കാറിന്റെ മിററും അവളുടെ കാറിന്റെ മിററും തമ്മിലൊന്ന് ഉരസി. ആ കാർ അപ്പോൾ തന്നെ അവളുടെ കാറിനെ ഓവർടേക്ക് നിർത്തി. കൃതിയും കാർ സൈഡ് ഒതുക്കി നിർത്തിയിറങ്ങി. ബാക്കിലേക്ക് നോക്കിയപ്പോൾ കണ്ടു തന്നെ ഫോളോ ചെയ്ത കാർ സ്ലോ ആക്കിയത്. മുന്നിലെ കാറിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും കൃതി ആകെ കുഴഞ്ഞു. ക്രിസ്റ്റി. ശരിക്കും ചെകുത്താനും കടലിനിടയിൽ അകപ്പെട്ട അവസ്ഥയായി കൃതിക്ക്. ഹേയ് കൃതിക, താനായിരുന്നു? താനെന്തിനാ തനിയെ കാറെടുത്ത്? വല്ലതും പറ്റിയിരുന്നെങ്കിലോ? അവളുടെ കൂടെ ആരുമില്ലെന്ന് കണ്ട ക്രിസ്റ്റി കുറച്ച് പരിഭ്രമത്തോട് ചോദിച്ചു. എന്നാൽ കൃതി അവൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് നിന്ന്. ഇടയ്ക്കിടെ ബാക്കിലേക്ക് നോക്കാനും മറന്നില്ല. കുറച്ചു നേരം നിർത്തിയിട്ട് ആ കാർ അവിടുന്ന് മറ്റൊരു വഴിക്ക് തിരിഞ്ഞുപോയി. കൃതി നോക്കുന്ന കണ്ട് ക്രിസ്റ്റി ആ ഭാഗത്തേക്ക് നോക്കി. അപ്പോഴേക്ക് ആ കാർ തിരിഞ്ഞുപോയതുകൊണ്ട് അവന് സംശയാസ്പദമായി ഒന്നും കാണാൻ സാധിച്ചില്ല. എന്താ കൃതി, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? താൻ ആരെയും നോക്കുന്നത്? ഏയ് നത്തിങ്. വലിയ താല്പര്യമില്ലാത്ത പോലെ തന്നെ അവൾ പറഞ്ഞു. കൂട്ടത്തിൽ കാറിൽ നിന്നും ബാഗ് എടുത്ത് 2000 രൂപ അവന് കൊടുത്തു. അവൻ ചിരിച്ചുകൊണ്ട് നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അത് കണ്ട് കൃതി ക്രിസ്റ്റിയുടെ കാറിനടുത്തേക്ക് നടന്നു.
ഡോർ തുറന്ന് ക്യാഷ് വെച്ച് തിരിഞ്ഞ് സ്വന്തം കാറിലേക്ക് കയറുന്നതിന് മുമ്പേ ക്രിസ്റ്റിയുടെ വിളി വന്നു. പെങ്ങളെ. കൃതി സംശയരൂപേണ നെറ്റി വിളിച്ച് തിരിഞ്ഞെന്ന് അവനെ നോക്കി. എന്ത് വിളി കേട്ടിട്ട് വിശ്വാസമായില്ലേ? എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. കൃതി അന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. അന്ന് താൻ എന്നെ അടിച്ചില്ല, എനിക്കൊരു ദേഷ്യവുമില്ല. ഞങ്ങൾ 4 പേരുടെ കൂടുതൽ ഞാനിത്തിരി അലമ്പ് തന്നെയാണ്. ഒത്തിരി പെൺകുട്ടികളെ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും എൻ്റെ ആദ്യയുടെ പെണ്ണിനോട് ഞാൻ ചെയ്യില്ല. അത്ര തരം താഴ്ന്നവനല്ല ഞാൻ. കൃതി സംശയത്തോടെ അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പിന്നെ അന്നങ്ങനെ പെരുമാറിയതെന്തെന്നാൽ ആദ്യയുടെ മനസ്സിൽ തന്നെക്കുറിച്ച് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ പുറത്തു വരാൻ വേണ്ടി ചെയ്താ. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു. അന്നത്തെ ആദ്യയുടെ അടിയും ഡയലോഗും ക്രിസ്റ്റി അവൾക്ക് വിവരിച്ചു കൊടുത്തു. ബർത്ത്ഡേ പാർട്ടിക്ക് വന്നപ്പോൾ തന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ താൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് നടന്നു. ആദ്യം ഞാൻ നേരത്തെ തന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവനൊരു പാവാടും പുറമേ കാണിക്കുന്ന ദേഷ്യം മാത്രമേ ഉള്ളൂ. അവൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അവനിപ്പോൾ ഒരുപാട് മാറി. അല്ല, തൻ്റെ പ്രസൻസ് അവനെ മാറ്റി. എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ മാത്രം ആദ്യം അവൻ മാറും. ആ പ്രതീക്ഷ എനിക്കുണ്ട്. ആദ്യം ക്രിസ്റ്റി പറഞ്ഞ വിശ്വാസമായില്ലെങ്കിലും പിന്നീട് ആദ്യമുള്ള അവൻ്റെ സ്നേഹം കണ്ടപ്പോൾ പറഞ്ഞ സത്യമാണെന്ന് കൃതിക്ക് മനസ്സിലായി. അന്ന് അടിക്കേണ്ടി വന്ന സാഹചര്യം അതാണെങ്കിലും അവൾ അവനോട് ക്ഷമ ചോദിച്ചു. സന്തോഷത്തോടെ തന്നെ അവർ കൈകൊടുത്ത് പിരിഞ്ഞു. പോകുന്നതിന് മുന്നേ ആശയെ വിളിച്ച് നേരത്തെ നോട്ട് ചെയ്ത കാർ നമ്പർ പറഞ്ഞു കൊടുത്ത് ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പറയാൻ മറന്നില്ല കൃതി. കുളി കഴിഞ്ഞൊരു കയ്യാൽ തലയും തോർത്തി നിൽക്കുന്ന ആദ്യം കണ്ടുകൊണ്ടാണ് കൃതി മുറിയിലേക്ക് കയറി വന്നത്. അവൾ വേഗം ആദ്യയുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി അവൻ്റെ തല തുവർത്തി. ഹൈറ്റ് അധികം വ്യത്യാസമില്ലാത്തതിനാൽ അവൾക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. എന്നാലും അവൾക്ക് എളുപ്പത്തിന് അവൻ തല താഴ്ത്തി കൊടുത്തു. പക്ഷെ അവൻ്റെ ആ പ്രവൃത്തിയിൽ കൃതിയൊന്ന് ഞെട്ടി. കാരണം അവൻ്റെ ചുടുനിശ്വാസം അവളുടെ മുഖത്തിലും കഴുത്തിലും തട്ടുന്നുണ്ടായിരുന്നു. എന്തോ വല്ലാത്തൊരു വെപ്രാളം അവളിൽ നിറഞ്ഞു. അവളുടെ കൈകൾ നിശ്ചലമായി. അത് കണ്ടവൻ അവളുടെ മുഖത്തേക്ക് മെല്ലെ ഊതി. അവളൊന്ന് ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ട് അവനെ നോക്കി. അവൻ എന്താണെന്നുള്ള ഭാവത്തിൽ അവൾ നോക്കി പുരികക്കൊടികൾ ചലിപ്പിച്ചു. അവൾ ഒന്നുമില്ലെന്ന് ചുമലിളക്കി കാണിച്ച് അവനെ പിടിച്ച് ബെഡിലെത്തി തല തുവർത്തി കൊടുത്തു. അവൻ അറിയാതെ തന്നെ അവൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിക്കാൻ ഉയർന്നു. ആ സമയത്താണ് ആഷി മുറിയിലേക്ക് കടന്നു വന്നത്. അവനെ കണ്ടതും ആദി തൻ്റെ കൈകൾ പിൻവലിച്ചു. കൃതി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ആദിക്കിടാനുള്ള ഷർട്ട് അവനെ ഏൽപ്പിച്ച് ഫ്രഷ് ആവാൻ കയറി. അത് കണ്ടപ്പോഴേ ആദിയുടെ മുഖം മങ്ങി. ആഷി ഷർട്ടിട്ട് കൊടുക്കുമ്പോഴും ആദി അവനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ആഷിയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു ആദിക്കപ്പോൾ. തെണ്ടി, അവന് വരാൻ കണ്ട സമയം. അവൻ പിറുപിറുത്തു. ആഷിക്ക് ആദിയുടെ മുഖഭാഗത്തിൽ നിന്ന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിരുന്നു. ഈ മഞ്ഞുമല ഏകദേശം പകുതിയാൾ ഒരുക്കിയ ലക്ഷണം കാണുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ച് മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്ത് ആദിയോട് ചോദിച്ചു. എന്തു പറ്റിയേട്ടാ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ, തലവേദനയാണോ? നീയാടാ പട്ടി, ഇപ്പം എൻ്റെ തലവേദന മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആഷിയെ നോക്കിയില്ല എന്ന് പറഞ്ഞു. എന്നാലും മുഖത്തൊക്കെ ഒരു വളർച്ചയുണ്ടല്ലോ, ഞാൻ അമ്മയോട് ചായ ഇട്ടുതരാൻ പറയാം. അതും പറഞ്ഞ് ആഷി താഴേക്ക് പോയി. ആദ്യം ഒരു സംശയദൃഷ്ടിയോടെ ആഷി പോയ വഴിയെ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആഷി തന്നെ 3 കപ്പ് ചായയുമായി മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും കൃതിയും ഫ്രഷായി വന്നിരുന്നു. 3 പേരും സംസാരവും ചായകുടിയുമായി ബാൽക്കണിയിലിരുന്നു. ആദ്യം അതൊക്കെ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. കുറേ നാളെ അകറ്റി നിർത്തിയ ആഷിയുടെ ചിരിയും കളിയും അവൻ കണ്ണിറച്ച് കണ്ടു, കൂട്ടത്തിൽ കൃതിയുടെയും. ഇതെല്ലാം നോക്കിക്കൊണ്ട് ചായ കുടിക്കുന്നതിനിടയിൽ കപ്പ് കയ്യിൽ നിന്ന് സ്ലിപ്പായി ചായ ആദിയുടെ ദേഹത്തേക്ക് വീണു. കൃതി തുടച്ചു കൊടുക്കാനായി വന്നപ്പോഴേക്ക് ആഷി തടഞ്ഞു. എന്നിട്ട് അവൻ തന്നെ തുടച്ചു കൊടുത്തു. ആദ്യം അത് കണ്ട് പല്ല് കടിച്ച് പൊട്ടിക്കുന്നുണ്ട്. വല്ലാണ്ടങ്ങ് കടിച്ച് പൊട്ടിക്കണ്ട, കുറേ നാൾ എടുത്തിയെ വിഷമിപ്പിച്ചല്ലേ, കുറച്ച് മോന് വിഷമിക്കുന്നേ. ഈ ആഷിയുടെ കൺവെട്ടത്തെ ഏട്ടൻ റൊമാൻസിക്ക് ഞാൻ സമ്മതിക്കൂല. ആഷി ആദിക്ക് മാത്രം കേൾക്കാൻ പാത്തിൽ പറഞ്ഞു. എടാ പട്ടി, നീ ചെവിയും നുള്ളിക്കോ, ആദ്യം ഇതിന് തിരിച്ച് പണിയെന്നിരിക്കും. ആഷി പുച്ഛിച്ചുകൊണ്ട് ചായ കൂടി തുടർന്നു. കുറച്ച് കഴിഞ്ഞ് ആഷിയും കൃതി എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആദ്യം അവരോട് കാര്യം അന്വേഷിച്ചു. ആഷിയുടെ നേരത്തെ ചായ കുടിപ്പിക്കാനുള്ള ത്വര കണ്ടപ്പോൾ തന്നെ എന്തോ കാര്യമുണ്ടെന്ന് ആദ്യം സംശയം തോന്നിയതാണ്. ഏട്ടന് ആ ജോൺ കുര്യനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആഷി ഇത്ര ഗൗരവത്തോടെ ചോദിച്ചു. ആ പേര് കേട്ടതും ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. എന്തായി മോനെ പോയ കാര്യം? ഒന്നും ആയില്ല പപ്പ. അപ്പോഴേക്കാ പൊന്നം മോനെ ഇടക്ക് വന്നു വിട്ടുപോയി. നീ ആരുടെ കാര്യമാണ് പറയുന്നേ? ആദിയുടെ ഫ്രണ്ട് ക്രിസ്റ്റി. എന്താ നിന്റെ പ്ലാന്? ഒരു ചെറിയ ആക്സിഡന്റ് അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ്, അതാണ് മനസ്സിലുണ്ടായിരുന്നത്. അതിലൊക്കെ ആദ്യം വീഴുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പൊന്നുമില്ല, പക്ഷെ കുറച്ച് ദിവസത്തേക്ക് ആദ്യം ഒന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞേക്കും. ഓഫീസിലെ കാര്യങ്ങൾ ബാക്കി സാന്ദ്ര നോക്കിക്കൊള്ളും. അവനെ അത്ര നിസ്സാരനായി കാണണ്ട, അടിയേറ്റ മൂർഖനാണവൻ. അറിയാം. അന്ന് അവർ നിരീക്ഷിക്കാനയച്ച ശ്യാം ഒരാഴ്ച മുഖത്ത് നീരും വെച്ചാൽ നടന്നത്. അത് ഒറ്റയടി. അവളുടെ ഫോട്ടോ എടുത്തതിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം അവനറിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പോലും പറ്റില്ല. പിന്നെ സാന്ദ്ര അവളോട് സൂക്ഷിക്കാൻ പറയണം. അവൾ നമ്മുടെ ആളാണെന്ന് അവന് സംശയം തോന്നാൻ പാടില്ല. ഒരുപക്ഷെ അവനെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമോ? അവൾ അവിടെ ഉണ്ടായിട്ടും നമുക്കൊരു നേട്ടത്തിലും ഉണ്ടായിട്ടില്ലല്ലോ പപ്പ. അവൻ്റെ കണ്ണു വെട്ടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞല്ലേ മോനെ. അവനെ മാറ്റി നിർത്താൻ വേണ്ടിയല്ലേ നീ ഇപ്പോൾ കളിക്കുന്നു. ശരിയാണ്, എന്നാൽ എന്തോ സംശയം, ചിലപ്പോൾ തോന്നലാവാം. അത് വിട്. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഉറപ്പിച്ചോ? ആക്സിഡന്റ് ഓർ കിഡ്നാപ്പ്?
കിഡ്നാപ്പിംഗ്. ഒരു ചിരിയോടെ അവൻ പറഞ്ഞു. എന്താ മോനെ ഒരു ചിരി? അവളെ നന്നായി പിടിച്ചു തോന്നല്ലോ. ഒരു റോസാപ്പൂല്ലേ അവള്. എന്തോ ആ മേനിൽ നിന്ന് രക്തം പിടിക്കാൻ തോന്നില്ല പപ്പ. നിന്റെ ഇന്നത്തെ പിന്നാലെയുള്ള പോക്ക് കണ്ടപ്പോഴേ തോന്നി മുട്ടാനായിരിക്കുമെന്ന്. അവൻ അപ്പനെ നോക്കി കണ്ണിറുക്കി ചിരിച്ചു. കള്ള തെമ്മാടി, റോസാപ്പൂ പറിക്കാൻ പോകുന്ന കൊള്ളാം. ചെടിയിലെ മുള്ളുകൊണ്ട് നിന്റെ മേലിൽ രക്തം പൊടിയാൻ നോക്കണം. ഇതുവരെ കണ്ട പെണ്ണുങ്ങളെ പോലെ അല്ല അവള്. പൂശിരിത്തിരി കൂടും. ഫോട്ടോയിൽ കാണുന്നതിലും സുന്ദരി. ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ അവളെപ്പോലെ ഒരു ചരക്ക് കൂടുണ്ടെങ്കിൽ വേറൊരു വേണ്ട. അതുകൊണ്ട് ഇത്തിരി രക്തം പൊടിഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ മോൻ മറ്റൊരു രാവണനാവുകയാണോ? അതെ, പക്ഷെ ഒരു വ്യത്യാസം. ആ രാവണനെപ്പോൾ ഒരു സ്പർശനത്തിന് വേണ്ടി സീതയുടെ സമ്മതം നോക്കിയിരുന്ന പോലെ ഈ രാവണന് പറ്റിയെന്ന് വരില്ല. ഇത് തരക്ക് പിടിച്ച കേസാ. അയാൾ മകനെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. ആദിയുടെ ഭാഗത്തു നിന്ന് മറുപടിയൊന്നും കിട്ടാതായപ്പോൾ ആശി വീണ്ടും ചോദിച്ചു. ജോൺ കുര്യനായിട്ട് ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടാ? മുമ്പ് എപ്പോഴോ പറഞ്ഞു കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. എന്താ ആശി, നിന്നോട് അവനെന്തെങ്കിലും പ്രശ്നത്തിന് വന്നോ? ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ആദ്യം ചോദിച്ചു. ഇല്ല, പക്ഷേ ഏടത്തി ഇന്ന് രാവിലെ ഒരു കാർ ഫോളോ ചെയ്തു വന്നു. ഏടത്തി കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്തിരുന്നു. എന്നെ വിളിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പോൾ ജോൺ കുര്യൻ്റെ പേരിലാണെന്ന് അറിഞ്ഞു. ആദ്യം രൂക്ഷമായി കൃതിയൊന്ന് നോക്കി. ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. രാവിലെ ഉണ്ടായ സംഭവം ഇപ്പോഴാണ് നിങ്ങൾ പറയുന്നത്? ഏട്ടാ, ആശയെ പറയാൻ അനുവദിക്കാതെ ആദി കൃതിയുടെ നേരെ തിരിഞ്ഞു. എന്താ കൃതി, നിനക്ക് എന്നെക്കാളും വിശ്വാസം ഇവനെയാണോ? ആശയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദി ദേഷ്യത്തോടെ ചോദിച്ചു. അതോ ഇവനോടൊപ്പം ചിരിച്ചും കളിച്ച് നടന്ന് നിനക്ക് ഇവനെ അങ്ങ് പിടിച്ചു പോയോ? ജോൺ കുര്യൻ എന്ന പേരും ആദിയോട് പറയാതിന്റെ ദേഷ്യവും എല്ലാം കൂടി അവനെ ബുദ്ധിശൂന്യാക്കിയിരുന്നു. ആദിയുടെ ആ ചോദ്യം ആശയെയും കൃതിയെ ഒരുപോലെ ഞെട്ടിച്ചു. ഈ താരി കഴുത്തിലുണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ പ്രായം നോക്കാതെ ഒരെണ്ണം പൊട്ടിച്ചിട്ട് കൃതിയിലുള്ള മറുപടി പറയായിരുന്നുള്ളൂ. കഴുത്തിലെ താരിമാല മുക്കി പിടിച്ചുകൊണ്ട് കൃതി പറഞ്ഞു. ഇത്രയും മോശമായിട്ടാണോ നിങ്ങൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്? അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അപ്പോഴാണ് ആദിക്ക് താൻ എന്താണ് പറഞ്ഞതെന്ന് ബോധമുണ്ടായത്. അവൻ തലയിൽ കൈവച്ച് പോയി. അപ്പോഴേക്കും ആശയെ സംസാരിച്ചു തുടങ്ങിയിരുന്നു. ഇന്നേ വരെ ചിരിച്ചു കളിച്ച് നടക്കുന്ന ആശയെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. എൻ്റെ ഏട്ടനായിട്ടത് മാറ്റാൻ ഇടവരുത്തരുത്. ഞങ്ങളോടെല്ലാം ദേഷ്യം കാണിച്ച് അകന്ന് നടന്നെങ്കിലും അനിയേട്ടനേക്കാളും എനിക്ക് ഇഷ്ടവും ബഹുമാനവും നിങ്ങളോടായിരുന്നു. ആ ഇഷ്ടം വെറുപ്പാക്കി മാറ്റരുത്. ഒന്നും മിണ്ടാനാവാതെ ആദ്യം നിന്ന് ഉരുകി. വീട്ടിലെത്തിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാ ആദ്യേട്ടനോട് നേരത്തെ പറയാതിരുന്ന്. കേൾക്കുമ്പോഴേ അതിന് പുറകെ ചാടി പുറപ്പെടുന്നറിയാം. മൂക്കിന് മുമ്പിൽ ദേഷ്യം കൊണ്ട് നടക്കുന്ന ആള് ഇത് കേട്ടിട്ട് അതിൻ്റെ പുറകെ വയ്യാത്ത കൈ കൊണ്ട് നടന്ന് വേർന്ന് വരുത്തി വെക്കണമെന്നേ വിചാരിച്ചുള്ളൂ. അല്ലാതെ എനിക്ക് ആശയോട് ആദ്യേട്ടൻ പറയുന്ന പോലെ ഇഷ്ടമുള്ളതുകൊണ്ടല്ല, നിങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. അതും പറഞ്ഞ് തിരിഞ്ഞടക്കാൻ പോയ കൃതിയുടെ കയ്യിൽ ആദ്യം പിടുത്തമിട്ടു. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നീ എൻ്റെ മനസ്സ് നിനക്ക് വായിക്കാൻ പറ്റുമെന്ന്? എന്നിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഞാനത് മനസ്സിൽ വെച്ച് പറഞ്ഞാണെന്ന്? അപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാതെ വായിൽ നിന്ന് വന്നു പോയതാ. പറഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് അറിയാം. ആശയുടെ കൈയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദി പറഞ്ഞു. നീ എൻ്റെ കുഞ്ഞനീനല്ലേടാ, ക്ഷമിക്കീ ചേട്ടനോട്. ഐ ആം സോറി കൃതി. രണ്ടുപേരെയും ഒന്നുകൂടി നോക്കിക്കൊണ്ട് ആദി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആദി പോയ വഴിയെ നോക്കിക്കൊണ്ടിരുന്ന ആശയിൽ ഒരു പുഞ്ചിരി ഉണ്ടായി. അത് കണ്ടതും കൃതി അവനെ സംശയഭാവത്തോടെ നോക്കി. എൻ്റെ ഏട്ടൻ മാറി എടുത്തി, അല്ലെങ്കിൽ ഇപ്പോൾ സോറിയും പറഞ്ഞ് വിഷമിച്ച് ഇറങ്ങിപ്പോയില്ലായിരുന്നു. എൻ്റെ ഏട്ടനെ തിരിച്ചെന്ന എടുത്തിയാണ്. ഒത്തിരി താങ്ക്സ്. അതും പറഞ്ഞ് കൃതിയുടെ രണ്ട് കള്ളും പിടിച്ചു വലിച്ച് ആശി ഓടിപ്പോയി. അത് കണ്ടതും കൃതിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കൃതി. ആദി കൃതിയുടെ പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. കൃതിയാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. ആദിയോട് കള്ളപ്പണക്കം കാണിച്ച് നടക്കുകയാണ് കൃതി. ഇടയ്ക്ക് ചിരി വരുന്നുണ്ടെങ്കിലും മുഖം തിരിച്ചും ചുണ്ട് കടിച്ചു പിടിച്ച് അടക്കി നിർത്തുകയാണ് അവൾ. തൻ്റെ ദേഷ്യം മാറിയില്ല ഇതുവരെ. ഞാൻ സോറി പറഞ്ഞില്ലേ, പ്ലീസ് ഒന്ന് മിണ്ടടോ. ആദി പറയുന്ന കേട്ടിട്ട് കേൾക്കാത്ത ഭാഗത്തിൽ തിരിഞ്ഞടന്ന കൃതിയുടെ കയ്യിൽ അവൻ കയറി പിടിച്ചു. ആ പിടിത്തത്തിന് ബലം കൂടിപ്പോയെന്ന് അവൾ നെഞ്ചിൽ വന്നിടിച്ചപ്പോഴാണ് ആദിക്ക് മനസ്സിലായത്. ആദിയുടെ നെഞ്ചിൽ തട്ടിയെന്ന് അവളെ അവൻ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. കുതറാനോ അകന്നു മാറാനോ അവൾ ശ്രമിച്ചില്ല. അവളും ആ സമീപനം കൊതിച്ചിരുന്നു. കുറച്ചു നേരം ചുറ്റുമുള്ള വിസ്മരിച്ച് രണ്ടുപേരും അങ്ങനെ തന്നെ നോക്കി നിന്നു. അവൻ്റെ കണ്ണിൽ അവളും അവളുടേതിൽ അവനും മാത്രം നിറഞ്ഞു നിന്നു. അവളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന പെർഫ്യൂമിൻ്റെ ചന്ദനഗന്ധം അവൻ ആവോളം ആസ്വദിച്ചു. ഒരു റൂമിൽ ഒരേ ബെഡിൽ കിടന്നിട്ടും തോന്നാത്തൊരു വികാരം എന്തുകൊണ്ടോ ഇപ്പോൾ അവളുടെ സാമീപ്യത്തിൽ അവനിൽ ഉടലെടുത്തു. അതിൻ്റെ ഫലമായി ഇടുപ്പിലുള്ള അവൻ്റെ കൈയുടെ പിടുത്തവും മുറുകിക്കൊണ്ടിരുന്നു. അതോടൊപ്പം അവൻ്റെ മുഖവും അവളിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. രണ്ടുപേരുടെയും ഹൃദയതാളം കൂടുന്നത് പരസ്പരം അവർ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുടുനിശ്വാസം മുഖത്ത് പതിച്ചപ്പോൾ തന്നെ അവൾ വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരുന്നു. ഇതുവരെ അനുഭവിക്കാത്ത ഒരു തരം വിറയൽ അവളിൽ ഉടലെടുത്തു. രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ ചുംബനം സ്വീകരിക്കാനെന്ന പോലെ അവൾ അവന് വിധേയായി നിന്നു. അവൻ്റെ ചുണ്ടുകൾ അവളിൽ സ്പർശിക്കാനാഞ്ഞ അതേ നിമിഷം പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും പിടഞ്ഞു മാറി. ആഷിയായിരുന്നു. അവനല്ലാതെ ഈ കറക്റ്റ് സമയത്ത് മറ്റാര് വരാൻ? ആഷിക്ക് രണ്ടുപേരുടെ നിൽപ്പും ഭാവം കണ്ട് സംതിങ് ഫിഷി അടിച്ചു. അവൻ നെറ്റി വിളിച്ച് രണ്ടുപേരെയും മാറി മാറി നോക്കി.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.